നക്സൽ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു പേരാണ് മുണ്ടൂർ രാവുണ്ണി. പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ ജനിച്ച അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് രാവുണ്ണി രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. തമിഴ്നാട്ടിൽ പാർട്ടിയെ രൂപീകരിക്കാനും ശക്തിപ്പെടുത്താനും നിയോഗിക്കപ്പെട്ടു. തമിഴിലെ പാർട്ടി പത്രമായ തീക്കതിരിൽ പ്രവർത്തിച്ചു. പാർട്ടി പിളർന്നപ്പോൾ CPIM-നൊപ്പമാണ് രാവുണ്ണി നിന്നത്. പിന്നീട് നക്സൽ ബാരി കലാപത്തിന് ശേഷം CPIM-ൽ പ്രവർത്തകനായി. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാവുണ്ണിയുടെ പങ്കുമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് പാലക്കാട് കോങ്ങാട് ജന്മിവധമുണ്ടാകുന്നത്. വർഷം 1970 ജൂലൈ 30-നാണ് ആ സംഭവം നടന്നത്. ക്രൂരതയുടെയും ചൂഷണത്തിൻ്റെയും പേരിൽ കുപ്രസിദ്ധി നേടിയിരുന്ന ജന്മി നാരായണൻകുട്ടി നായരുടെ തലവെട്ടി കുളപ്പടവിൽ വെച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. വയനാട്ടിലെ തിരുനെല്ലിയിൽ നക്സൽ നേതാവായിരുന്ന വർഗീസിനെ പോലീസ് പിടികൂടി വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത് 1970 ഫെബ്രുവരി 18-നായിരുന്നു. ഈ സംഭവത്തിന് പ്രതികാരമായാണ് കോങ്ങാട് ജന്മിവധം നക്സലൈറ്റുകൾ നടപ്പിലാക്കിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവത്തിന് നേതൃത്വം നൽകിയത് മുണ്ടൂർ രാവുണ്ണിയായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയ 19-അംഗ സംഘം വീട്ടുകാരെ മുഴുവൻ കെട്ടിയിട്ടതിന് ശേഷം നാരായണൻകുട്ടി നായരെ പുറത്തേക്ക് കൊണ്ടുപോയി. കൊല ചെയ്യുന്നതിന് മുമ്പ് സംഘാംഗമായ ചാക്കോ കുറ്റപത്രം വായിച്ചു. 6 കുറ്റങ്ങളാണ് അക്കമിട്ട് നിരത്തിയിരുന്നത് എന്ന് RK ബിജുരാജ് എഴുതിയ നക്സൽ ദിനങ്ങളിൽ പറയുന്നു. 6 കുറ്റങ്ങൾ ഇവയായിരുന്നു. 1. നിസാര കൂലിക്ക് തൊഴിലാളികളെ കഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്നു. 2. കൂലി ചോദിച്ച തൊഴിലാളികളെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീകരമായി പീഡിപ്പിക്കുന്നു. 3. കൂലി കൂടുതൽ ചോദിച്ച സ്ത്രീയെ മുലയരിഞ്ഞ് പാതി ജീവനോടെ കുഴിച്ചിട്ടു. 4. പെൺകുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് ലൈംഗികമായി ഉപയോഗിക്കുന്നു. 5. 3 ഭാര്യമാരിൽ ഒരാളെ ലൈംഗിക വൈകൃതത്തിന് വഴങ്ങാത്തതിന് ചവിട്ടിക്കൊന്നു. 6. സ്വത്തിൽ ഭാഗം കൊടുക്കാതിരിക്കാൻ സ്വന്തം മകനെ കൊന്നു. 6 കുറ്റങ്ങൾ വായിച്ചതിന് ശേഷം ഒതുക്കുകല്ലിൽ വെച്ച് നാരായണൻ നായരുടെ തലവെട്ടി. തൽക്ഷണം തന്നെ ജന്മി മരിച്ചു. ജന്മിയുടെ തല ബാഗിൽ വെച്ച് സമീപത്തുള്ള പാടത്തിലൂടെ നക്സലുകൾ രക്ഷപ്പെട്ടു. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും CH മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു അക്കാലത്ത്. പ്രതികളെ പിടികൂടി രാവുണ്ണി ജയിൽ ചാടിയെങ്കിലും പിടിയിലായി. അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 1984 അദ്ദേഹം ജയിൽ മോചിതനായി. CRC CPIML എന്ന സംഘടനയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീട് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര പ്രചരണ സമിതി സെക്രട്ടറിയായി. ഇപ്പോൾ പോരാട്ടം എന്ന സംഘടനയുടെ നേതാവാണ് മുണ്ടൂർ രാവുണ്ണി. 1971 മെയ് 26-ന് കോങ്ങാട് കേസിൽ ജയിൽവാസം അനുഭവിക്കവേ 8-അംഗ സംഘത്തോടൊപ്പം വിയൂർ സെൻട്രൽ ജയിൽ ചാടിയ മുണ്ടൂർ രാവുണ്ണി ഒളിവിൽ കഴിഞ്ഞത് കരിവള്ളൂർ മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഈ മേഖലയിൽ വ്യാപക തിരച്ചിൽ നടത്തി. TS തിരുമുമ്പിന്റെ കൊഴുമലിലെ മഠത്തിലായിരുന്നു രാവുണ്ണി ഒളിച്ചിരുന്നത്. ജയറാം പടിക്കലും മുരളി കൃഷ്ണദാസും ഉൾപ്പെട്ട പോലീസ് സംഘം കൊഴുമലിലെ ശങ്കരക്കുറുപ്പിനെയും വെള്ളൂരിലെ മൈച്ച് ഗോപാലിനെയും കുഞ്ഞിമംഗലത്തെ സഹോദരങ്ങളായ KP കൃഷ്ണനെയും KP ദാമോദരനെയും ഏഴോത്തെ കുഞ്ഞിരാമനെയും അറസ്റ്റ് ചെയ്തു. ആദ്യം ശങ്കരക്കുറുപ്പിന്റെ വീട് റെയ്ഡ് നടത്തി. രണ്ടാമത് കയറിയത് കുറ്റിപ്പുറത്ത് നാരായണന്റെ വീട്ടിലായിരുന്നു. രാവുണ്ണിയുമായി സാദൃശ്യമുണ്ടായിരുന്ന നാരായണനെ രാവുണ്ണിയാണെന്ന് കരുതി പോലീസ് ഭീകരമായി മർദ്ദിച്ചു. ലാത്തി പൊട്ടുവോളം അടിച്ചു. പോലീസ് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുമ്പോഴാണ് പരിസരവാസികളെത്തി രാവുണ്ണി അല്ലെന്ന് പോലീസിനോട് പറഞ്ഞത്. അബദ്ധം പറ്റിയ പോലീസ് നാരായണനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പിന്നീടാണ് രാവുണ്ണിയെ കൊഴുമൽ മഠത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തന്നെ തല്ലിച്ചതച്ച പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് ഉപേക്ഷിച്ച പൊട്ടിയ ലാത്തിയുമായി നിരവധി തവണ അധികാര കേന്ദ്രങ്ങളിൽ നാരായണൻ കയറിയിറങ്ങിയിരുന്നു. മുണ്ടൂർ രാവുണ്ണിയെക്കുറിച്ചുള്ള കൂടുതൽ കഥകൾ മറ്റൊരു വീഡിയോയിലാവാം. നന്ദി.